Praise the Lord. Hallelujah. Thank you, Lord Jesus. Hallelujah. Hallelujah. നമ്മുടെ കണ്ണുകളെ അടിക്കാതെ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതിന് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിലുള്ളതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അത്ഭുതകരമായി അതിശയകരമായി അങ്ങ് ഞങ്ങളെ നടത്തിയ എല്ലാ വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അല്പസമയം അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ ഇമ്പമേറിയ ദൈവശബ്ദം കേൾപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ചാട്ടെ. കർത്താവേ, ചില സാങ്കേതികമായ തടസ്സങ്ങൾ ആമേൻ മുമ്പിൽ വന്നുവെങ്കിലും അതിനെല്ലാം അതിജീവിച്ച് ആമേൻ ദൈവസന്നിധിയിൽ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽപ്പാൻ ദൈവമായ കർത്താവ് അതിനുള്ള മുഖാന്തരങ്ങൾ ഒരുക്കി പിന്നെയും ദൈവസന്നിധിയിൽ ആമേൻ നിർത്തിയ ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ മുമ്പിലുള്ള എല്ലാ തടസ്സങ്ങളെ അതിജീവിക്കുവാനുള്ള ഉയരത്തിലെ കൃപയും ഉയരത്തിലെ അഭിഷേകവും പിന്നെ അധികമായി ഞങ്ങളുടെ മേൽ പകരണമേ. എല്ലാ പൂരുകളെയും ശാസിക്കുന്നു. എല്ലാ അന്ധകാര മണ്ഡലങ്ങളെയും എല്ലാ ദുഷ്ടാത്മസേനകളെയും എല്ലാ പൈശാചിക കോട്ടകളെയും ആമേൻ എതിർത്ത് നിൽക്കുവാൻ ഉയരത്തിലെ അഭിഷേകത്താൽ ഉയരത്തിലെ ശക്തിയാൽ നിറയ്ക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഭാരത്തോടെ വേദനയോട് നിരാശയോട് ആകുലതയോട് ആയിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. കർത്താവെ, എല്ലാ അന്ധകാരത്തിൻ്റെ മണ്ഡലങ്ങളെയും അതിജീവിക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശക്തിപ്പെടുവാൻ ഈ ദിവസങ്ങളിൽ ജനത്തെ അവിടുന്ന് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ അത്ഭുതകരമായി അതിശയകരമായി നടത്തിയ എല്ലാ വിധങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോട് അങ്ങേ വാഴ്ത്തുന്നു, അങ്ങേ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വചനത്തിൻ്റെ ബന്ധനമില്ലാത്ത ശക്തി ഇന്ന് രാത്രിയിലും കർത്താവെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാപിപ്പാൻ ഓരോരുത്തരെയും അങ്ങ് സഹായിച്ചാണ്. അതിയോടൊന്ന് പരിശുദ്ധാത്മാവൻ ദൈവം കൂടിയിരിക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ മുഖാന്തരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി വേഗത്തിൽ വചനചിന്തയ്ക്കായി സമയങ്ങളെ വേർതിരിക്കുന്നു. ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനം ചൊല്ലിക്കൊണ്ട് ദൈവവചന ശുശ്രൂഷയ്ക്കായി സമയങ്ങളെ വേർതിരിക്കുന്നു. ഇന്ന് രാത്രിയിലെ വചനചിന്തയ്ക്ക് ആധാരമായി മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 39-ാം വാക്യമാണ് ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നൽകി തന്നിരിക്കുന്നത്. അത് ഇപ്രകാരമാണ് വായിക്കുന്നത്: ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്, നിന്നെ വലത്തെ ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പ്രതികാരനാണോ? ഈ ഒരു ചോദ്യത്തോടു കൂടിയാണ് ഇന്ന് രാത്രിയിലും ദൈവവചന ശുശ്രൂഷ ആമേൻ മുൻപോട്ട് കൊണ്ടുപോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. വളരെ പ്രാർത്ഥനയോടെ ആമേൻ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തി ജീവിതങ്ങളോട് ഇടപെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദൈവനാമം മഹിമപ്പെടുവാൻ ഇടയാകട്ടെ. നിങ്ങൾ പ്രതികാരനാണോ? നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മുഖത്തടിക്കുന്നത് പോലെ തിരിച്ചു പറയുന്ന സ്വഭാവമാണോ നിന്റെ ജീവിതത്തിൽ ഉള്ളത്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ജീവിത യാത്രയിൽ തന്നോടൊപ്പം ആയിരുന്ന ശിഷ്യന്മാർ തനിക്കെതിരെ ആമേൻ ശബ്ദമുയർത്തി വരുന്നവരെ അടിച്ചിരുത്തുവാൻ ശ്രമിച്ച പത്രോസ് അടിച്ചിരിക്കുക മാത്രമല്ല, തൻ്റെ ഉറയിൽ കിടന്ന വാളെടുത്ത് ആ മഹാപുരോഹിതന്റെ കാതറത്തപ്പോൾ വാളെടുക്കുന്നവൻ വാളാൽ വീഴുമെന്ന് പറഞ്ഞ് ആമേൻ വാൾ ഉറയിലിട എന്ന് ശാസിച്ച് ആമേൻ ആ നിലത്ത് വീണ ചെവിയെടുത്ത് ഒട്ടിച്ചു കൊടുക്കുന്ന ആമേൻ ഒരു അനുഭവമാണ് അതേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അതേ വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന് രാത്രി ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്, നിന്നെ വലത്തെ ചികട്ടത്ത് അടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ തിന്മയെ എതിർക്കരുത്, എന്നാൽ നിന്റെ വലത്തെ കവിളിൽ അടിക്കുന്നവൻ മറ്റേയാളുടെ അടുത്തേക്ക് തിരിയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് പറയുവാൻ എളുപ്പമാണ്, എന്നാൽ ജീവിതത്തിൽ ആമേൻ കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും ഉണ്ടായിരിക്കണമെന്ന വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ആമേൻ. അപ്പനാകട്ടെ അമ്മയാകട്ടെ മക്കളോട് പറയുമ്പോൾ സാവധാനത്തിൽ ആമേൻ അതിന് മറുപടി പറയുവാൻ തയ്യാറാകാതെ കേൾക്കുന്നതിന് മുമ്പ് എടുത്ത് ആമേൻ ചാടുന്ന സ്വഭാവം ദുഷ്ടനുള്ളതാ. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവകൃപയിലായിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ ആമേൻ കർത്താവായ യേശു ക്രിസ്തു തന്നെ അനുഗമിച്ച തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെയാ പറഞ്ഞത്: ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്. ആമേൻ.
നിന്നെ വലത്തെ ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേതും തിരിച്ച് കാണിക്കുക. ഹല്ലേലൂയ. ആമേൻ. പ്രതികാരത്തിനായി ശക്തമായ അല്ലെങ്കിൽ യുക്തരഹിതമായ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ കാണിക്കുന്ന ഒരാളാണ് പ്രതികാര വ്യക്തി. ഹല്ലേലൂയ. ദൈവമക്കൾ എന്ന നിലയിൽ പ്രതികാരം നമ്മുടെ കടമയല്ല. കാരണം പ്രതികാരം എന്റേതാണ്, ഞാൻ പ്രതിഫലം നൽകും എന്നാണ് കർത്താവായ ആമേൻ പിതാവായ സർവശക്തനായ ദൈവം ആമേൻ തന്റെ മക്കളോട് പറയുന്നത്. എബ്രായ ലേഖനം 10-ാം അധ്യായം 30-ാം വാക്യത്തിൽ പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടും എന്ന് കർത്താവ് തന്റെ ജനത്തെ ന്യായം വിധിക്കും എന്ന് അരുളി ചെയ്തവനെ നാം അറിയുന്നുവല്ലോ. ഇന്ന് രാത്രി പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടും എന്ന് കർത്താവ് തന്റെ ജനത്തെ ന്യായം വിധിക്കുമെന്ന് അരുളി ചെയ്തവനെ നാം അറിയുന്നില്ല. ഇന്ന് രാത്രി ആമേൻ ദൈവ ജനമേ എത്രത്തോളം ഭയത്തോടും കൂടെ ആയിരിക്കണം ഈ ഭൂമിയിലെ അതേ ജീവിതം ഞാനും നിങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. ഹല്ലേലൂയ. ഒരു സഹോദരനോ മറ്റാരെങ്കിലുമോ നിങ്ങൾക്കെതിരെ പാപം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും തെറ്റുകാരായതിനാൽ അവരോട് ക്ഷമിക്കുക. ആമേൻ. ആ വിഷയം ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവത്തോടും മനുഷ്യരാശിയോടുമുള്ള നിങ്ങളുടെ പിതാവിന്റെ കടമയെ കുറിച്ച് പറയുക. ആമേൻ. ഒരു തെറ്റുകാരനെയും ഒരിക്കലും ആമേൻ ദുഷ്ടനാക്കരുത്. ആമേൻ. അവരുടെ മരണത്തിനോ വേദനയ്ക്കോ വേണ്ടി പ്രാർത്ഥിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യരുത്. ആമേൻ. കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെയാണ് പറഞ്ഞത്. ആമേൻ. അതെ, മറ്റേ കവിൾ നമ്മുടെ കുറ്റവാളിയിലേക്ക് തിരിക്കണമെന്ന് യേശുക്രിസ്തു ആമേൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ഇന്ന് രാത്രി ഞാൻ നിങ്ങളും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. അതിനർത്ഥം നമുക്കത് ചെയ്യുവാൻ കഴിവുണ്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ അടിക്കുന്നവനെ തിരിച്ചടിക്കുവാൻ പ്രാപ്തിയുണ്ടെങ്കിലും കർത്താവിന്റെ വചന നിമിത്തം ഹല്ലേലൂയ അത് ചെയ്യുവാൻ തയ്യാറാകാതെ ഹല്ലേലൂയ അടിക്കുന്നവന് മറ്റേ കവളും കൂടെ കാണിച്ചു കൊടുക്കുവാൻ. ഹല്ലേലൂയ. എന്തുകൊണ്ട് ആമേൻ അത് ഇങ്ങനെ കർത്താവായ യേശുക്രിസ്തു തന്റെ അനുഗമിച്ച ശിഷ്യന്മാരോട് പറഞ്ഞത്? എല്ലാ പുരുഷന്മാരെയും സ്ത്രീകളെയും ആമേൻ അതെ സ്ത്രീകളും പുരുഷന്മാരും സമാധാനത്തോടെ ജീവിക്കുന്നതിന് നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ആമേൻ സുഖപ്പെടുത്തുവാൻ അതെ സഹായിക്കുന്നതിന് പരിശുദ്ധാത്മാവിനോട് നമ്മൾ ആമേൻ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? ഹല്ലേലൂയ സഹകരിക്കേണ്ടിയിരിക്കുന്നു. പരിശുദ്ധാത്മാവും ആശ്വാസകനും ആമേൻ ശക്തിപ്പെടുത്തുന്നവനുമായി നമ്മുടെ ജീവിതത്തിൽ അത് വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആമേൻ. റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ ഇങ്ങനെയാ, കഴിയുമെങ്കിൽ നിങ്ങൾ ആവോളം സകല മനുഷ്യരോടും എന്ത് ചെയ്യണം? സമാധാനമായിരിക്കണം. ഹല്ലേലൂയ. എന്റെ അനുഭവം പറയാമെങ്കിൽ ആമേൻ ഞാൻ ആവോളം ഒരു മനുഷ്യനോടും ഒരു ഒച്ചയോ ബഹളത്തിനോ നിൽക്കാറില്ല. എന്നാൽ ഒരു ഭർത്താവ് എന്ന നിലയിൽ ഭാര്യയെ ആമേൻ പോറ്റി പുലർത്തണം. ആമേൻ. മക്കളെ വളർത്തണം. ആമേൻ. സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ ഭരിക്കുമെന്ന? അപ്പൊ കുടുംബത്തിൽ തലമുറകൾ തെറ്റ് കാണിച്ചാൽ അതിനെ ശിക്ഷിക്കുന്നില്ലെങ്കിൽ ദൈവസഭ എങ്ങനെ ഭരിക്കും? സ്വന്തം കുടുംബത്തെ നിലയ്ക്ക് നിർത്തുവാൻ കഴിയാത്തവൻ, സ്വന്തം കുടുംബത്തെ പരിപാലിക്കുവാൻ അറിയാത്തവൻ എങ്ങനെ ദൈവസഭയെ പരിപാലിക്കും? റോമാലേഖനം 12-ാം അധ്യായം 18-ാം വാക്യത്തിൽ കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോട് എന്ത് ചെയ്യണം? സമാധാനമായിരിക്കണം. മാക്സിമം. കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചു പോണം. പക്ഷേ ഒരു പരിധിക്കപ്പുറത്ത് ആമേൻ അതെ അനുസരിക്കുന്നില്ലെന്ന് കണ്ടാൽ മക്കളെ പൂർണ്ണ ഗൗരവത്തോടുകൂടെ വളർത്തണമെന്ന. ഹല്ലേലൂയ. കുറ്റവാളി കുറ്റം ചെയ്യുന്നത് തുടരുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നും അദ്ദേഹം ആമേൻ ഹല്ലേലൂയ. കുറ്റവാളി കുറ്റം ചെയ്യുകയാണെങ്കിൽ തുടരുകയാണെങ്കിൽ നാം എന്തു ചെയ്യണം? ചിലപ്പോൾ അവ ഒഴിവാക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഹല്ലേലൂയ നാം തയ്യാറാകണം. ഹല്ലേലൂയ. മറ്റു സമയങ്ങളിൽ ആമേൻ ഒരു നല്ല ഉപദേഷ്ടാവിൽ നിന്നോ അതെ പാസ്റ്ററിൽ നിന്നോ ഉപദേശം തേടുവാനോ
വ്യക്തിയെ നേരെയാക്കാൻ സംസ്ഥാന നിയമം ഉപയോഗിക്കുവാനോ അവിടുന്ന് നിങ്ങളോട് എന്ത് ചെയ്തേക്കാം, ആവശ്യപ്പെട്ടേക്കാം. എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് പരിഹരിക്കുവാൻ പറ്റാത്ത വിഷയം നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങളുടെ സഭയിലെ പാസ്റ്ററെയോ അല്ലെങ്കിൽ സംസ്ഥാന നേതാക്കന്മാർ, അത് ഇന്ന് ലോകപ്രകാരമുള്ളവർ പോലീസ് സ്റ്റേഷനിലേക്കും കോടതിയിലേക്കും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, പോകാറുണ്ട്. ഹല്ലേലൂയ. ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാൻ അവിടത്തോളം പോകേണ്ടി വരും. ആമേൻ. കൂടുതൽ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ കുറ്റവാളിയോട് അവരുടെ തെറ്റ് അവരെ അറിയിക്കുന്നതിന് ആദ്യം അവരോട് എന്ത് ചെയ്യണം, സംസാരിക്കണം. ഹല്ലേലൂയ. ചില മക്കളുണ്ടല്ലോ, അവരോട് പറഞ്ഞിട്ട് അവര് അത് ഉൾക്കൊള്ളുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അടുത്ത ആളുകളോട് അത് പറയുവാൻ അവിടെ തീരുന്നില്ലെങ്കിൽ അത് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു, അല്ലെങ്കിൽ അതിനപ്പുറത്ത് കോടതിയിലേക്ക് എന്ത് ചെയ്യുന്നു, എത്തിക്കുന്നു. സത്യവേദ പുസ്തകത്തിനകത്ത് കർത്താവായ യേശുക്രിസ്തുവിനെ വിസ്തരിക്കുമ്പോൾ ഹല്ലേലൂയ അവർ മാറി മാറി കോടതികളിൽ വിസ്തരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ അവനിൽ ഒരു കുറ്റവും കാണുവാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളെ ഒരു മാതൃക ആക്കുകയും ചെയ്യണമെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളെ ഒരു സാക്ഷ്യമാക്കി ദേശത്ത് ഉയർത്തണമെങ്കിൽ, ഹല്ലേലൂയ, അതെ, ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ നാം കാര്യങ്ങൾ പരിഹരിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. ഹല്ലേലൂയ. ഇന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവിക സന്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ മുമ്പിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം, അവരുടെ മുമ്പിൽ നാം എങ്ങനെ ആയിരിക്കണം. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 39-ാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞത്, ഞാനോ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനോട് എതിർക്കരുത്. അപ്പൊ നീതിമാനോട് എതിർക്കാമോ? ഹല്ലേലൂയ. ദുഷ്ടനോട് എതിർക്കരുതെന്നല്ലേ, അപ്പൊ നീതിമാനോട് എതിർക്കാമോ? ദുഷ്ടനോട് എതിർക്കരുത്, നിന്നെ വലത്തെ ചെകിട്ട് തടിക്കുന്നവനെ മറ്റേതും തിരിച്ചു കാണിക്കുക. അപ്പൊ ആരാണ് അടിക്കുന്നത്? മക്കള് തെറ്റ് ചെയ്താൽ അപ്പൻ അടിക്കുന്നത് ദുഷ്ടനായതുകൊണ്ടാണോ? അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ എവിടെയുള്ളേ? ബാലശിക്ഷ നൽകി മക്കളെ വളർത്തണമെന്ന. ഹല്ലേലൂയ. അപ്പൊ തെറ്റ് ചെയ്താൽ അപ്പനോ അമ്മയോ അടിക്കുന്നത് ദുഷ്ടനായതുകൊണ്ടല്ല. എന്നാൽ ഒരു ദുഷ്ടൻ നിന്നെ ഉപദ്രവിക്കുവാൻ തയ്യാറായ, നിനക്കെതിരെ ശബ്ദമുയർത്തുവാൻ തയ്യാറായ, ഹല്ലേലൂയ, നിങ്ങൾ ഈ വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്ന ഒരു കാര്യം എന്താ? കർത്താവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാരോടാണ് ഇത് പറഞ്ഞത്, ലോകപ്രകാരമുള്ള ആളുകളോടല്ല. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോടാ ഈ രാത്രി ദൈവാത്മാവിൽ ഈ വചനം ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഞാനോ നിങ്ങളോട് പറയുന്നത്, കർത്താവായ യേശുക്രിസ്തു തന്നെ അനുഗമിക്കുന്ന തന്റെ ശിഷ്യന്മാരോടാ പറയുന്നത്. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയിൽ അംഗമായിരിക്കുന്നവരോടാ സംസാരിക്കുന്നത്. തന്റെ ജനങ്ങളോട് തന്നെ അനുഗമിക്കുന്ന ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാപിക്കുന്ന ആത്മീയ രാജ്യത്തിൽ വാഴേണ്ട ഒരു തത്വത്തെ കുറിച്ചാണ് കർത്താവായ യേശുക്രിസ്തു സംസാരിക്കുന്നത്. ഒരു രാഷ്ട്രം സ്വയം ഭരിക്കുന്നതായി ഇതിന് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തിൽ കാണുന്ന ഒരു കാര്യത്തെ കുറിച്ചല്ല. ഹല്ലേലൂയ. ഗവൺമെന്റുകൾ എന്ത് ചെയ്യണം? തിന്മയെ ചെറുക്കണം. ഹല്ലേലൂയ. ഇന്നത്തെ നമ്മുടെ ഗവൺമെന്റ് തിന്മയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് കാണുന്നത്. തിന്മയെ എന്ത് ചെയ്യണം? ചെറുക്കണം. മദ്യപാനം, പുകവലി, ദുശീലങ്ങൾ, വെറിക്കൂത്ത് ഇത്യാദി കാര്യങ്ങള് തിന്മയെ ചെറുക്കണം ഗവൺമെന്റ്. ഹല്ലേലൂയ. റോമാലേഖനം 13-ാം അധ്യായം അതിന്റെ 1 മുതൽ താഴോട്ടുള്ള ചില വേദഭാഗങ്ങൾ കാണുവാൻ കഴിയുന്നത്, ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ഹല്ലേലൂയ. ആരാ ശ്രേഷ്ഠൻ? ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ദൈവത്താൽ അല്ലാതെ ഒരധികാരവും ഇല്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു.
ഹല്ലേലൂയ. ഇത് ഏത് ഗവൺമെന്റിന്റെ കാര്യമാണ്? ഇത് ഏത് അതോറിറ്റിയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്? ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ഇതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ അധികാരത്തെ കുറിച്ചാണ് പറയുന്നത്. ആകയാൽ അധികാരത്തോടെ മറക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് എന്ത് ചെയ്യുന്നു? മറക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറക്കുന്നവരോ ശിക്ഷാവധി പ്രാപിക്കും. ഇന്ന് രാത്രി ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് അപ്പനെയും അമ്മയും അനുസരിക്കുക ശ്രേഷ്ഠനായവന്റെ വചനമാണ്. ഹല്ലേലൂയ. ദൈവസഭയ്ക്കകത്ത് അപ്പോസ്തല ശുശ്രൂഷകന്മാരെ ദൈവം ആക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നവർക്ക് എന്ത് ചെയ്യണം? കീഴ്പ്പെട്ടിരിക്കണം. ഹല്ലേലൂയ. ദൈവമാക്കിയതായിരിക്കണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് കീഴ്പ്പെട്ടിരിക്കുവാനല്ല, ദൈവസഭയുടെ വ്യവസ്ഥയിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്ന അധികാരസ്ഥന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണമെന്ന്. ഹല്ലേലൂയ. ആകയാൽ അധികാരത്തോട് മറക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറക്കുന്നവരോ ശിക്ഷാവധി പ്രാപിക്കും. ഇന്ന് രാത്രി തലമുറകൾ മനസ്സിലാക്കേണ്ട കാര്യം, ഭാര്യമാർ മനസ്സിലാക്കേണ്ട കാര്യം, ഹല്ലേലൂയ, ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് എന്ത് ചെയ്യണം? കീഴ്പ്പെട്ടിരിക്കണം. ഭർത്താക്കന്മാർ മനസ്സിലാക്കേണ്ട കാര്യം, സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് നാം എന്ത് ചെയ്യണം? കീഴ്പ്പെട്ടിരിക്കണം. ഹല്ലേലൂയ. വാഴുന്നവർ സൽപ്രവർത്തിക്കല്ല ദുഷ്പ്രവർത്തിക്കത്രേ. ഭയങ്കരം. ഹല്ലേലൂയ. അധികാരസ്ഥനെ ഭയപ്പെടാതിരിക്കാൻ ഇച്ഛിക്കുന്നുവോ? അപ്പനെ അനുസരിക്കാൻ നിനക്ക് മനസ്സില്ലേ? അനുസരിക്കാതിരിക്കുമെന്ന് ഇച്ഛിക്കുന്നുവോ? നന്മ ചെയ്യുക, എന്നാൽ അവനോട് പുകഴ്ച ലഭിക്കും. നിന്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവ ശുശ്രൂഷക്കാരനായിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ശ്രേഷ്ഠ അധികാരസ്ഥന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുവാൻ പറഞ്ഞു വരുന്നതിന്റെ കൂട്ടത്തിൽ നിന്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവ ശുശ്രൂഷക്കാരനായിരിക്കുന്നത്. അപ്പൊ കർത്താവിന്റെ വേലയുടെ മുഖത്തായിരിക്കുന്ന നിന്റെ അപ്പനാകട്ടെ, നിന്റെ സഹോദരനാകട്ടെ, നിന്റെ ഭർത്താവാകട്ടെ, ഹല്ലേലൂയ, നിന്റെ കൂടപ്പറപ്പാകട്ടെ, ആമേൻ, നിന്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവ ശുശ്രൂഷക്കാരനായിരിക്കുന്നത്. ഹല്ലേലൂയ. അവൻ ദോഷം പ്രവർത്തിക്കുന്നവന്റെ ശിക്ഷയ്ക്കായി പ്രതികാരിയായ ദൈവ ശുശ്രൂഷക്കാരൻ തന്നെ. ആമേൻ. അതുകൊണ്ട് ശിക്ഷയെ മാത്രമല്ല മനസാക്ഷിയെയും വിചാരിച്ച് കീഴടങ്ങുക ആവശ്യം. ആമേൻ. അതുകൊണ്ട് നിങ്ങൾ നികുതിയും കൊടുക്കുന്നു, അവർ ദൈവ ശുശ്രൂഷകന്മാരും ആ കാര്യം തന്നെ നോക്കുന്നവരുമാകുന്നു. അപ്പൊ കർത്താവിന്റെ വേലയുടെ മുഖത്തായിരിക്കുന്ന ദൈവ ശുശ്രൂഷകന്മാർ ദൈവം ഏൽപ്പിച്ച കാര്യം നോക്കുന്നവരാ. ദൈവാലയത്തോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്യുന്ന കാര്യം ചെയ്യാൻ പറയുന്നിടത്ത് പോവുകയും ചെയ്യുന്നവരാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി കർത്താവിന്റെ വേലയുടെ മുഖത്തായിരിക്കുന്നവരെ ആമേൻ തരം താണവരായി കാണുന്നവരും, വില കുറച്ച് കാണുന്നവരും, ആമേൻ, അപമാനിക്കുന്നവരും, ആമേൻ, ബഹുമാനിക്കാത്തവരും ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ. അവർ കർത്താവിന്റെ വേലയുടെ മുഖത്തായിരിക്കുന്നത്, അവർ ദൈവ വേലയുടെ കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് നിങ്ങൾ നികുതിയും കൊടുക്കുന്നു, അവർ ദൈവ ശുശ്രൂഷകന്മാരും ആ കാര്യം തന്നെ നോക്കുന്നവരുമാകും. എല്ലാവർക്കും കടമയുള്ളത് കൊടുപ്പി. നികുതി കൊടുക്കേണ്ടവന് നികുതി, ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം, ഭയം കാണിക്കേണ്ടവന് ഭയം, മാനം കാണിക്കേണ്ടവന് മാനം. ബഹുമാനം കൊടുക്കേണ്ടവർക്ക് ബഹുമാനം കൊടുക്കണം, അനുസരിക്കേണ്ടവരെ അനുസരിക്കണം, ദൈവമാക്കി വെച്ചിരിക്കുന്നവർക്ക് കീഴ്പ്പെടണം. ഹല്ലേലൂയ. അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോട് ഒന്നും കടംപെട്ടിരിക്കരുത്. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നവൻ. ഹല്ലേലൂയ. ഇവിടുത്തെ തത്വം ക്രിസ്തുവിന്റെ വ്യക്തിഗത ശിഷ്യന്മാരോട് അന്യായം ചെയ്യുന്നവരുമായുള്ള ബന്ധത്തെ കുറിച്ചാണ്. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു വരുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന തന്റെ ശിഷ്യന്മാർക്കെതിരെ അന്യായം ചെയ്യുന്നവരെ കുറിച്ചുള്ള ആമേൻ ബന്ധത്തെ കുറിച്ചാണ്. വ്യക്തികളുമായോ മറ്റു സംസ്ഥാനങ്ങളുമായോ ഉള്ള ബന്ധത്തെ കുറിച്ചല്ല.
ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുമായിട്ടുള്ള വിഷയമല്ല, ഏതെങ്കിലും ഒരു സംസ്ഥാനവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചല്ല, ക്രിസ്തുവിന്റെ രാജ്യത്തിലുള്ളവരെ കുറിച്ചാണ്. ഹല്ലേലൂയ. അതേ, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ അനുഗമിച്ച തന്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ ഗിരിപ്രഭാഷണം നടത്തുമ്പോൾ തന്നെ അനുഗമിക്കുന്ന ശിഷ്യന്മാർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് വളരെ ശാന്തമായി കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുകയുണ്ടായി. ആമേൻ. അതേ, മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. വ്യക്തികളുമായോ മറ്റു സംസ്ഥാനങ്ങളുമായുള്ള ബന്ധത്തെക്കുറിച്ചല്ല, പിന്നെയോ ക്രിസ്തുവിന്റെ രാജ്യത്തിലുള്ളവർ ഇപ്രകാരം ഉള്ള ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്നവരായിരിക്കണമെന്ന് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുകയുണ്ടായി. ആമേൻ. അതെ, അതിന്റെ ആമേൻ 2-ാം വാക്യം ഇങ്ങനെയാണ്: അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചത് എന്തെന്നാൽ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ആമേൻ. സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ഇന്ന് രാത്രി ദൈവവൈതലേ, നീ ആമേൻ കർത്താവിന്റെ മേലയുടെ മുഖത്താ ആമേൻ നിന്നെ പുച്ഛിക്കുന്നോ, നിന്നെ തരം താഴ്ത്തി കാണിക്കുന്നോ, ആമേൻ നിന്നെ ഉൾക്കൊള്ളാതെ നിനക്കെതിരെ ശബ്ദമുയർത്തുന്നുവോ? ഹല്ലേലൂയ. ഇന്ന് നീ ദുഃഖിച്ചിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ നിന്നെ നോക്കി സ്വർഗ്ഗം പറയുന്നു, നീ ഭാഗ്യവാനാണ്, നിനക്ക് ആശ്വാസം ഉണ്ടാകും. ഹല്ലേലൂയ. സൗന്ദര്യമുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെട്ടു. ഈ ഗുണങ്ങൾ തന്നെ അനുഗമിക്കുന്ന തന്റെ ശിഷ്യന്മാർ പ്രകടിപ്പിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അത് തന്റെ പുത്രനിലൂടെ തന്നെ അനുഗമിക്കുന്ന തന്റെ ശിഷ്യന്മാരോട് ആമേൻ തിരുവായി മൊഴിഞ്ഞ് ആമേൻ അതേ കർത്താവായ യേശു ക്രിസ്തു ഗിരിപ്രഭാഷണം നടത്തുമ്പോൾ പറയുകയുണ്ടായി. ഹല്ലേലൂയ. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. സ്വർഗ രാജ്യം അവർക്കുള്ളതാ. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ ഉപദ്രവിച്ചുവല്ലോ. നിന്നെ ഉപദ്രവിക്കുന്ന ആരെങ്കിലും ആമേൻ നിമിത്തം നീ ഭാരപ്പെട്ട് വേദനയോടെ നിരാശയോടെ സങ്കടത്തോടായിരുന്നു, ഇന്ന് രാത്രി നിന്നോട് സ്വർഗത്തിൽ ദൈവം പറയുകയാണ്, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ അതേ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചു ഉല്ലസിക്കും. ആമേൻ. മദ്യപിച്ച് കിട്ടുന്ന കാശ് മുഴുവനും കളഞ്ഞിട്ട് ആമേൻ കുടുംബത്തില് അത് ഭാര്യയ്ക്കോ മക്കൾക്കോ ആഹാരമോ വസ്ത്രമോ ആമേൻ ഒന്നും എത്തിച്ചു കൊടുക്കാത്ത എത്രയോ ഭർത്താക്കന്മാർ കുടിയന്മാരായി ആമേൻ വീട്ടിൽ വരാതെ തെരുവിലൂടെ നടക്കുമ്പോൾ ദൈവത്തിന്റെ പൈതല് ആമേൻ നീ നിന്റെ കുടുംബത്തിനു വേണ്ടി അധ്വാനിച്ച് ആമേൻ വയറ് മുറുക്കി കൊടുത്ത് ആമേൻ നിന്റെ കുഞ്ഞുങ്ങൾ വളരുന്നത് കാണുവാൻ ആഗ്രഹിച്ച് ആമേൻ വെളിയിൽ പോയാൽ ഒരു ഗ്ലാസ് വെള്ളം പോലും മേടിച്ചു കുടിക്കാതെ ആമേൻ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അവരുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി ആമേൻ നീ ഓടിയിട്ട് ആമേൻ നിന്നെ ബഹുമാനിക്കാതെ നിന്നെ കരയിപ്പിക്കുന്ന നിന്റെ തലമുറ നിമിത്തം നീ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആമേൻ നീ മനസ്സിലാക്കണം, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചു ഉല്ലസിപ്പീൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ ഉപദ്രവിച്ചുവല്ലോ എന്ന് പറഞ്ഞാൽ ആമേൻ ഒരു മനുഷ്യന്റെ അകത്ത് പിശാച് കയറിക്കഴിഞ്ഞാൽ അത് അമ്മയാണെന്നോ സഹോദരങ്ങളാണെന്നോ അപ്പനാണെന്നോ ഒന്നും അവർക്ക് മനസ്സിലാകത്തില്ല. ആമേൻ അതേ പല ആത്മീയ കുടുംബങ്ങളെയും ആമേൻ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന ദുഷ്ട പിശാച് നിന്റെ തലമുറയെ കൈയെടുത്ത്, നിന്റെ കൂടപ്പുറപ്പിനെ കൈയെടുത്ത്, നിന്റെ ജീവിത പങ്കാളിയെ കയ്യിലെടുത്ത് ആമേൻ നീ ഇന്ന് സങ്കടത്തോടെ നിരാശയോടെ ആമേൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായിട്ട് ആമേൻ യഥാർത്ഥമായി അതേ ദേശത്ത് തലയുയർത്തി ജീവിക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ ശത്രു
ആമേൻ നിന്റെ കുടുംബത്തിനകത്ത് ആമേൻ താണ്ഡവമാടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ആമേൻ മൗനമായിരിക്കുന്ന ഒരു ദൈവത്തെ അല്ല ഞാൻ ആമേൻ ഇന്ന് രാത്രി ഉയർത്തുന്നത്. നിന്നോട് കൂടെ ഇരുന്ന് നിനക്കെതിരെ പ്രബലപ്പെടുന്ന ആ ശത്രുവിനെ പരാജയപ്പെടുത്തി ആമേൻ നീ സന്തോഷം അനുഭവിക്കത്തക്ക വിധത്തിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവിനെ കുറിച്ചാണ് ഇന്ന് രാത്രി ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രതികാരത്തിനുള്ള ആഗ്രഹം മനുഷ്യന്റെ പാപ സ്വഭാവത്തിൽ ആഴത്തിൽ അത് വേരൂന്നിയതാണ്. ഹല്ലേലൂയ. ചില അപമാനത്തിനോ ചെറിയ പരിക്കിനോ വേണ്ടി ചിലർ മറ്റുള്ളവരെ എന്ത് ചെയ്യുന്നു? കൊല്ലുന്നു. ഹല്ലേലൂയ. കൊല്ലരുതെന്ന് വചനം പറയുമ്പോൾ ചിലർ കൊല്ലാൻ തയ്യാറാകുന്നു, നശിപ്പിക്കാൻ തയ്യാറാകുന്നു, ഉപദ്രവിക്കുവാൻ തയ്യാറാകുന്നു. എന്തുകൊണ്ടാ? ദൈവത്തെ ഭയമില്ല. ദൈവത്തെ ഭയമില്ല പിന്നെ അപ്പനെ ഭയമുണ്ടോ? അമ്മയെ ഭയമുണ്ടോ? സഹോദരങ്ങളെ ഭയമുണ്ടോ? മാതാവേ, കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കാൻ നീ തയ്യാറാകുന്നില്ലെങ്കിൽ, ആമേൻ ദൈവവചനം നീ ധ്യാനിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ, നിന്റെ അകത്തുനിന്ന് വരുന്ന തലമുറ നിമിത്തം നീ കരയേണ്ടി വരും. ഹല്ലേലൂയ. വളർന്നു വരുന്ന പെൺകുഞ്ഞുങ്ങളോട് ഞാൻ ഓർപ്പിക്കട്ടെ, അഹങ്കരിച്ച് നകളിച്ച് നീ ജീവിക്കാൻ തയ്യാറായ നിന്റെ അകത്തുനിന്ന് പുറത്തു വരുന്ന തലമുറ നിമിത്തം നീ നരകതുല്യമായ ജീവിതം ആമേൻ അതേ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ട് അഹങ്കരിക്കാതെ ദൈവം നൽകുന്ന നന്മ നീ പ്രാപിച്ച് ദൈവ ഭയമുള്ളവരായി ദൈവത്തിന് മഹത്വം കൊടുത്ത് ജീവിക്കാൻ തയ്യാറായില്ലെങ്കിൽ നിന്റെ അകത്തുനിന്ന് പുറത്തു വരുന്ന തലമുറ നിമിത്തം നീ ഉരുകിത്തീരേണ്ടി വരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ആമേൻ അതെ ആൺകുഞ്ഞുങ്ങളായാലും പെൺകുഞ്ഞുങ്ങളായാലും ഭാര്യയായാലും ഭർത്താവായാലും അപ്പനായാലും അമ്മയായാലും ദൈവത്തെ ഭയപ്പെട്ട ഹല്ലേലൂയ. ആമേൻ. അതെ പുറപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം. മോശയുടെ ന്യായപ്രമാണത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൈക്ക് പകരം കൈ, കാലിന് പകരം കാൽ, പൊള്ളലിന് പകരം പൊള്ളൽ, മുറിവിന് പകരം മുറിവ്, തിണർപ്പിന് പകരം തിണർപ്പ്. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു പ്രമാണം ആമേൻ ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ ഉണ്ടായിരുന്നു. ഇന്നും അങ്ങനെ ഫോളോ ചെയ്യുന്ന മിക്ക രാജ്യങ്ങളുണ്ട്. ഹല്ലേലൂയ. അത്തരം ഒരു കാര്യം തടയുക, തികഞ്ഞ നീതി പ്രോത്സാഹിപ്പിക്കുക എന്നിവയായിരുന്നു ആമേൻ കർത്താവായ യേശു ക്രിസ്തു കൂടുതൽ ആമേൻ ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ മുന്നോട്ട് വെച്ച ആമേൻ അതേ സന്ദേശം. ഹല്ലേലൂയ. അതെ അനീതിയും ആമേൻ അതെ അക്രമവും ആമേൻ അതേ വഞ്ചനയുമായിരുന്നില്ല കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്ദേശം. ഹല്ലേലൂയ. ശത്രുക്കളെ സ്നേഹിക്കുക, അവർ ചെയ്യുന്നത് എന്തെന്നറിയായാൽ അവരോട് ക്ഷമിക്കണമേ എന്നാണ് കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചത്. ഹല്ലേലൂയ. അനീതിയെ നേരിടുമ്പോൾ ആമേൻ തന്റെ ആളുകൾ കാണിക്കേണ്ട മനോഭാവം ആമേൻ താൻ വെളിപ്പെടുത്തുകയുണ്ടായി. ഹല്ലേലൂയ. അവർ അവരുടെ അവകാശങ്ങൾ ആമേൻ ആവശ്യപ്പെടുകയോ സ്വയം ചിന്തിക്കുകയോ ആമേൻ ചെയ്യാതെ മറിച്ച് അവരെ ദ്രോഹിക്കുന്നവരോട് എങ്ങനെ നന്മ ചെയ്യണമെന്ന് കർത്താവ് തന്നെ അനുഗമിച്ച തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയുണ്ടായി. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ ആളുകൾ എങ്ങനെയായിരിക്കണം ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്, എങ്ങനെയായിരിക്കണം സാത്താനെ എതിർക്കേണ്ടത്. ഹല്ലേലൂയ. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പി. ഹല്ലേലൂയ. അപ്പൊ ആരോടെ എതിർക്കേണ്ടത്? അപ്പനോടാണോ അമ്മയോടാണോ? അതോ സഹോദരങ്ങളോടോ? അതേ സഭയിലെ ശുശ്രൂഷകനോടോ? നീ ദൈവത്തിന് എന്ത് ചെയ്യണം? കീഴടങ്ങണം. ദൈവത്തിന് കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ നിന്റെ അമ്മയും അപ്പനും നിന്റെ സഭയിലെ നേതൃത്വത്തിൽ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ ദൈവഭയമുള്ള അമ്മയപ്പന്മാരെ, ദൈവവുമായിട്ട് കണക്റ്റഡ് ഇല്ലാത്ത അപ്പന്മാർ ഇന്ന് ലോകത്തിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. മദ്യപിച്ച് ലക്കില്ലാതെ അനീതി ചെയ്യുന്ന അപ്പന്മാരുണ്ട്. കിട്ടുന്ന കാശ് വീട്ടിൽ കൊണ്ടുവരാതെ ദൂർത്തടിച്ച് നടക്കുന്ന അപ്പന്മാരുണ്ട്, ഭാര്യമാരുണ്ട്, സഹോദരങ്ങളുണ്ട്.
അങ്ങനെയുള്ളവരെ കുറിച്ചല്ല. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടെന്ത് ചെയ്യും? ഓടിപ്പോ. നിന്റെ ദേഹത്ത് പിശാച് കയറാൻ കാരണം എന്താണെന്നറിയോ? നിന്നിൽ പിശാചിന്റെ സ്വഭാവം പ്രകടമാകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിന്റെ വായിൽ നിന്നും പിശാചിന്റെ വാക്കുകൾ വെളിയിൽ വരാൻ കാരണം എന്താണെന്നറിയാമോ? നീ ദൈവത്തിന് കീഴ്പ്പെടുന്നില്ല, അപ്പന് കീഴ്പ്പെടുത്തില്ല, അമ്മയ്ക്ക് കീഴ്പ്പെടുത്തില്ല, അധ്യാപകർക്ക് കീഴ്പ്പെടത്തില്ല. അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ. ഹല്ലേലൂയ. മുതിർന്നവർ പറയുന്നത് കേൾക്കാൻ തയ്യാറാകണം. മുതിർന്നവരെ ആക്ഷേപിക്കുന്ന രീതിയിൽ അവർ പറയുമ്പം അവരെ വിലയില്ലാത്തവരായി കാണുന്ന നിന്റെ സ്വഭാവം നിമിത്തം നീ നശിക്കും. ഹല്ലേലൂയ. അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ. എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. കുഞ്ഞെ, നീ നിഗളിക്കരുത്. നിനക്ക് +2 അല്പം മാർക്ക് കിട്ടിപ്പോയെന്ന് അഹങ്കരിക്കരുത്. 10ാം ക്ലാസ്സിൽ A+ കിട്ടിയത് നിന്റെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപയാ. അത് മനസ്സിലാകുന്നവർ ഒരു സ്വത്രം പറഞ്ഞാൽ. സമപ്രായത്തിലുള്ള എത്രയോ കുഞ്ഞുങ്ങള് ആമേൻ തകർന്നുപോയി. നീ തകരാതിരിക്കുന്നത് നിന്റെ മിടുക്കല്ല, ദൈവത്തിന്റെ കൃപയാ. നീ പഠിച്ചത് ശരിയാ, നീ എഴുതിയത് ശരിയാ, പക്ഷെ വായിച്ചത് നിന്റെ മെമ്മറിയിൽ, ഓർമ്മയിൽ വരാൻ നിന്നെ സഹായിച്ച ദൈവത്തിന്റെ ആ കരുണ. ആമേൻ. നീ സ്കൂളിലേക്ക് പോയപ്പോൾ എതിരെ വന്ന വാഹനം നിന്നെ ഇടിച്ചു വീഴ്ത്താതെ ആമേ നീ സുരക്ഷിതമായി പോയി വന്നത് ആമേ നിന്റെ കൂടെ ദൈവം ദൂതന്മാരെ ആക്കി വെച്ചത് കൊണ്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അഹങ്കാരത്തിന്റെ വാക്കുകൾ വായിൽ നിന്ന് വെളിവരരുത്. ചില മാതാപിതാക്കളോട് കുഞ്ഞുങ്ങൾ പറയാറുണ്ട്, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചത് കൊണ്ട് ഇന്ന് ഈ വലിയ ജോലിയും വീടും പത്രാസും ഒക്കെ ആയത്. കുഞ്ഞെ, വെറുതെയാ. നീ മുട്ട വലിഞ്ഞ് നടക്കുന്ന പ്രായത്തിൽ ഇന്ന് നീ ഇട്ട് വട്ട് തട്ടുന്ന നിന്റെ അപ്പനും അമ്മയും നിന്നെ ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ, ആ മുട്ടുകുത്തി വീണ സമയത്ത് പോട്ടെ എന്ന് വിചാരിച്ചെങ്കിൽ നീ വളരില്ലായിരുന്നു. ആ വീണ് കിടന്ന് മുട്ടുപൊട്ടി ചോര ഒലിപ്പിച്ചപ്പോ വാരി കോരിയെടുത്ത് ആ ചോര കഴുകി തുടച്ച് ആ മുറി ഉണക്കി അതെ നിനക്ക് വിശക്കുന്നതിന് മുമ്പേ നിനക്ക് ഇഷ്ടപ്പെട്ട ആഹാരം എത്തിച്ചു തന്ന് നിന്നെ വളർത്തി വലുതാക്കിയ നിന്റെ മാതാപിതാക്കളെ നീ ഗമനിക്കാതെ പോയാൽ, അവരെ അനുസരിക്കാതെ പോയാൽ, അവരെ മറന്നു കളഞ്ഞ, അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ. എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊള്ളുവിൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എത്ര ഉയർന്ന പൊസിഷനിൽ എത്തിയാലും വന്ന വഴി മറക്കരുത്. നീ കുഞ്ഞായിരുന്നപ്പോൾ നിന്നെ വളർത്തുവാൻ നിന്റെ അപ്പനും അമ്മയും എത്രത്തോളം കഷ്ടപ്പെട്ടു എന്നുള്ളത് നീ മനസ്സിലാക്കിയാൽ അവർക്കെതിരെ ഒരു വാക്ക് നീ പറയുവാൻ തയ്യാറാകത്തില്ല. ഹല്ലേലൂയ. മുട്ടയിൽ കിടന്ന് അപ്പിയിട്ട് അതെ മെഴുകിയപ്പം എടുത്ത് കുളിപ്പിച്ച് പൗഡറും ഇട്ട് നിനക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രവും മേടിച്ചു തന്ന് നിന്നെ വളർത്തി വലുതാക്കിയ നിന്റെ അപ്പന്റെ നേരെ നിന്റെ നാവ് പൊങ്ങുമ്പോ നീ ഓർത്തോണം, അഹങ്കാരത്തിന്റെ അതെ നിഗളത്തിന്റെ ആത്മാവ് നിന്റെ അകത്ത് നീ താഴ്ന്നു പോകും. അഹങ്കാരികള് തകർന്നു പോകും. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ അഹങ്കാരത്തിന്റെ വാക്കുകൾ അകത്തു നിന്ന് വെളിയിൽ വരുവാൻ അനുവദിക്കരുത്. ഹല്ലേലൂയ. ജഡത്തിന്റെ ഇച്ഛകളെ അതിജീവിച്ച് ഒരു ദൈവ പൈതലായി ദൈവകൃപയിൽ അനുദിനം മുമ്പോട്ട് പോകുവാൻ ദൈവം തന്റെ മക്കളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. സഭയിലെ പാപത്തെ എന്ത് ചെയ്യണം? ചെറുക്കണം. ഹല്ലേലൂയ. ഏതാ സഭ? ഇന്ന് കോറിന്തല്ലേ?
ആമേൻ. കൊറോണ-19 അല്ലേ, വീട്ടിലല്ലേ സഭ. ഭാര്യയും ഭർത്താവും മക്കളും അപ്പനും അമ്മയും കുടുംബം ഇമ്പമായി മാറുന്ന വീട്ടിലെ ആ ഭവനത്തിലെ അംഗങ്ങൾ കൂടി ആമേൻ കർത്താവ് അവിടെ ഉണ്ടെന്ന്. അതാ സഭ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ നാഥൻ 2 പേര് കൂടുന്നതിന്റെ നടുവി വരുമെന്ന്. ഹല്ലേലൂയ. 3 പേര് കൂടിയാൽ ഉറപ്പാ. ഹല്ലേലൂയ. അപ്പോ ഭാര്യയും ഭർത്താവും കുഞ്ഞും കൂടെ ആയാൽ കർത്താവ് ഉണ്ടെന്ന് ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. അവരുടെ ഇടയിലുള്ള പാപത്തെ ചെറുക്കണം. ഹല്ലേലൂയ. ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, മക്കളാകട്ടെ, അവരുടെ ഇടയിൽ പാപമുണ്ടെന്ന് ബോധ്യമായാൽ അതിനെ ചെറുക്കണം. ഹല്ലേലൂയ. ഒരു മുറിവുണ്ടായി, അവൻ അതിൻ്റെ അകത്ത് പഴുപ്പ് ഞെക്കിക്കളയാതെ മുറിവുണക്കാൻ നോക്കി ഉണങ്ങത്തില്ലെന്നേ. ആമേൻ. നിന്റെ വീട്ടിലെ പ്രശ്നത്തെ പരിഹരിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ സമൂഹത്തിലെ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കും? ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കാൻ അറിയാത്തവൻ ദൈവസഭയെ ഭരിക്കരുതെന്ന്. ആമേൻ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിലൂടെ പിതാവായ ദൈവം പറയുവാൻ കൊണ്ടമിടയായിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ സഹോദരൻ എന്ന് വേർപെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാമൃഷ്ണക്കാരനോ മദ്യപാനോ പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ അവനോട് സംസർഗമരുത്. അങ്ങനെയുള്ളവനോട് കൂടെ ഭക്ഷണം കഴിക്കുക പോലും അരുത് എന്നത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. ഹല്ലേലൂയ. പുറത്തുള്ളവരെ വിധിപ്പാൻ എനിക്കെന്ത് കാര്യം? നിങ്ങൾ അകത്തുള്ളവരെ അല്ലയോ വിധിക്കുന്നത്? പുറത്തുള്ളവരെ ദൈവം വിധിക്കുന്നു. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമാണ്. സ്നാനപ്പെട്ടു, അയ്യോ ദൈവം എൻ്റെ കൂടെയുണ്ട്, ഞാൻ വലുതാകുമ്പോ ഇങ്ങനെയൊക്കെ ആകും. ചുമ്മാതാ കുഞ്ഞെ. 66 പുസ്തകങ്ങൾ അടങ്ങിയ സത്യവേദ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന സത്യവചനങ്ങളെ അംഗീകരിക്കാത്ത ഒരുത്തരും രക്ഷപ്പെടത്തില്ല. ഇത് ദൈവസഭയ്ക്ക് അകത്തുള്ളവരോടാ പറയുന്നത്. പുറത്തുള്ളവരെ വിധിപ്പാൻ എനിക്കെന്ത് കാര്യം എന്ന് പറഞ്ഞാൽ ദൈവം ആരെന്നോ സഭ എന്താണെന്നോ സ്നാനം എന്താണെന്നോ തിരുമേശ എന്തെന്നോ അറിയാത്ത ഒരു പെണ്ണോ ചെറുക്കനോ ഒരു അപ്പനോ അമ്മയോ ഒരു ഭാര്യയോ ഭർത്താവോ തോന്നിയ പോലെ ജീവിക്കുന്ന അവരെ ന്യായം വിധിക്കാൻ ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ. എന്നാൽ അകത്തുള്ളവരെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ മിഷനറി യാത്രയിൽ 1ഉം 2ഉം മിഷനറി യാത്രയിൽ സ്ഥാപിക്കപ്പെട്ട ദൈവസഭയെ കുറിച്ച് പൗലോസിന് ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇന്ന് രാത്രി നിന്റെ മക്കളെ കുറിച്ച് നിനക്ക് ഉത്തരവാദിത്വമുണ്ടെങ്കിൽ, നിന്റെ കൂടപ്പുറപ്പിനെ കുറിച്ച് നിനക്ക് ഉത്തരവാദിത്വമുണ്ടെങ്കിൽ, ദൈവസഭയെ കുറിച്ച് നിനക്ക് ഉത്തരവാദിത്വമുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. അവരുടെ ഇടയിലുള്ള പാപത്തെ ചെറുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയണം. ഹല്ലേലൂയ. പാപം ചെയ്യുന്നവരെ ശേഷമുള്ളവർക്കും ഭയത്തിനായി എല്ലാവരും കേൾക്കെ ശാസിക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി കുഞ്ഞെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഒരു ചോക്ലേറ്റും മേടിച്ചു കൊടുത്ത് അല്ലെങ്കിൽ ഒരു ദം ബിരിയാണി മേടിച്ചു കൊടുത്ത് വളർത്തണമെന്നല്ല പറഞ്ഞത്. പാപം ചെയ്യുന്നവരെ ശേഷമുള്ളവർക്ക് ഭയത്തിനായി എല്ലാവരും കേൾക്കേ. എന്നാൽ ഇവിടെ യേശു സംസാരിക്കുന്നത് വ്യക്തികളെന്ന നിലയിൽ അവരെ ദ്രോഹിക്കുന്ന ദുഷ്ടന്മാരെ കുറിച്ചാണ്. ഹല്ലേലൂയ. ക്രിസ്ത്യാനികൾ തങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കരുതെന്നും ദുഷ്ടന്മാരിൽ നിന്നും അപകടത്തിൽപ്പെടുന്ന മറ്റുള്ളവരെ സഹായിക്കരുതെന്നും ഇതിനർത്ഥമില്ല. ഹല്ലേലൂയ. എന്നാൽ അവർക്ക് എന്തെങ്കിലും പരിക്കോ അനീതിയോ ചെയ്യുന്നവരോട് യുദ്ധം ചെയ്യുകയോ അവരോട് പ്രതികാരം തേടുകയോ ചെയ്യരുത്. ഹല്ലേലൂയ. ദൈവരാജ്യത്തിലുള്ളവർ അക്രമത്തെ അക്രമത്തിലൂടെ നേരിടുകയോ ബലപ്രയോഗത്തിലൂടെ നിർബന്ധിക്കുകയോ ചെയ്യരുത്. ആമേൻ. അതുകൊണ്ടാണ് മിക്ക കുടുംബങ്ങളിലും അപ്പനോളം എത്തിക്കഴിയുമ്പോൾ അപ്പന്റെ മുമ്പിൽ മക്കൾ ബലപ്രയോഗം നടത്തുമ്പോൾ പല അപ്പന്മാരും അമ്മമാരും കണ്ണടച്ച് മിണ്ടാതെ പോകുന്നത്.
പക്ഷേ എന്നും കണ്ണടച്ച് എന്നും മിണ്ടാതെ പോകത്തില്ല. ഹല്ലേലൂയ. ദൈവരാജ്യത്തിലുള്ളവർ അക്രമത്തെ അക്രമത്തിലൂടെ നേരിടുകയോ ബലപ്രയോഗത്തിലൂടെ നിർബന്ധിക്കുകയോ ചെയ്യുന്നില്ല, ചെയ്യരുതെന്ന വചനം പറയുന്നത്. മത്തായി 26:52 യേശു അവനോട് വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവരൊക്കെയും വാളാൽ നശിച്ചു പോകും. ഹല്ലേലൂയ. അത് നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലല്ല, അവൻ ജീവൻ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ദൈവമാക്കി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശു തന്നെ യഹൂദന്മാരുടെ പാപങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും അവർ ദൈവത്തിന്റെ ഭവനത്തോട് ചെയ്ത തിന്മയെ ചൊറുക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. മത്തായി സുവിശേഷം 21:12 ഇങ്ങനെയാണ് കാണുന്നത്. യേശു ദേവാലയത്തിൽ ചെന്ന് വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി. അപ്പോ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആലയത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? അങ്ങനെയെങ്കിൽ ഒരു ദൈവ വൈതലിന് ഇമ്പോർട്ടന്റ് ഉണ്ട്. അവനിൽ ദുഷ്ടത കാണുമ്പോൾ, അവനിൽ അനുസരണക്കേട് കാണുമ്പോൾ കർത്താവായ യേശുക്രിസ്തു എന്താ ചെയ്തേ? യേശു ദേവാലയത്തിൽ ചെന്ന് വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി. അപ്പം മക്കൾ അനുസരണക്കേട് കാണിച്ച, ദൈവസഭയിൽ അനുസരണക്കേട് കാണിച്ച മിണ്ടാതിരിക്കണോ? കർത്താവ് ചെയ്തത് എന്താ? എല്ലാം പുറത്താക്കി. പൊന്മാണികക്കാര് മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചു കളഞ്ഞവരോട് യേശു കർത്താവ് ആമേൻ ക്രൂരനായതുകൊണ്ടല്ല, എന്റെ ആലയം പ്രാർത്ഥനാലയമാ, ഇത് കള്ളന്മാരുടെ ഗുഹയാക്കരുതെന്ന്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലായിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ ലോക ജനതയെക്കാട്ടിലും കഷ്ടമായി സ്ലേറ്റ് പോലെ ഇരിക്കുന്ന ഫോണും കയ്യിലും എടുത്ത് അകത്ത് കയറി ആരെയും കാണാതെ നെറ്റിൽ സെർച്ച് ചെയ്ത അശ്ലീലമായ സൈറ്റുകളിലൂടെ പോയി അവൻ ദുഷ്ടൻ നിന്റെ അകത്ത് അവൻ ദുഷ്ട വിത്ത് വിതച്ച് അവൻ ദൈവത്തിന് നിരക്കാത്ത പാപ വഴികളിലൂടെ സഞ്ചരിച്ച് നിത്യ നരകത്തിൽ ചെന്ന് അധപ്പതിക്കാതിരിക്കുവാൻ ഇന്ന് രാത്രി വചനം കേട്ട് ശുദ്ധിയുള്ളവനായി ഒരു ദൈവ പൈതലായി മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് ആമേൻ മൂത്തവർക്ക് കീഴ്പ്പെട്ട് ദൈവസഭയ്ക്ക് കീഴ്പ്പെട്ട് ദൈവത്തിന് കീഴ്പ്പെട്ട് ജീവിക്കാൻ നീ തയ്യാറായാൽ കർത്താവ് താൻ ഗംഭീര നാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുമ്പോൾ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ ആമേൻ നീയും എടുക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരങ്ങളടിച്ച് കർത്താവിനെ നടുക്കുന്നു. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 26:52 ഇങ്ങനെയാ കാണുന്നത്. എന്നാൽ അവന്റെ മുഖത്ത് തുപ്പുകയും പിന്നിൽ അടിക്കുകയും ക്രൂശിക്കുകയും ചെയ്തവരെ അവൻ എതിർത്തില്ല. ആമേൻ. നോക്കണേ, അവന്റെ മുഖത്ത് എന്ത് ചെയ്തു? തുപ്പി. പിന്നിൽ അടിക്കുകയും ക്രൂശിക്കുകയും ചെയ്തവരെ അവൻ എതിർത്തില്ല. അവന്റെ സഹായത്തിനായി ദൂതന്മാരെ വിളിക്കാമായിരുന്നെങ്കിലും യേശു അത് ചെയ്തില്ല. യേശു അവരോട് വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവരൊക്കെയും വാളാൽ നശിച്ചു. ഹല്ലേലൂയ. എന്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ 12 ലഗീനോനിലും അധികം ദൂതന്മാരെ എന്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചു കൂടാ എന്ന് തോന്നുന്നുവോ? ഹല്ലേലൂയ. നോക്കണമേ, അവൻ ഒരു വാക്ക് പറഞ്ഞാൽ 1000 ദൂതന്മാരെ ഇറക്കി അവൻ അവനെതിരെ ശബ്ദമുയർത്തുന്നവരെ ഇല്ലാതാക്കുവാനുള്ള അധികാരം അവനുണ്ട്. ഹല്ലേലൂയ. മരിച്ച് നാറ്റം വെച്ച് അത് പുഴുവരിച്ചു തുടങ്ങിയ ലാസറിനെ അത് ജീവിപ്പിക്കുവാൻ ശക്തിയുള്ളവനാ. ഹല്ലേലൂയ. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുവാൻ അധികാരമുള്ളവനാ. പക്ഷേ അവൻ എന്തുകൊണ്ടാ മൗനം പാലിച്ചെന്നറിയാം? ഹല്ലേലൂയ. വ്യക്തിപരമായ പരിക്കുകളോടുള്ള മനോഭാവത്താൽ ക്രിസ്തുവിന്റെ അനുയായികൾ എന്ത് ചെയ്യണം? അവനെ അനുഗമിക്കണം. ഹല്ലേലൂയ. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ പാപം ചെയ്തിട്ടില്ല. അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല.
തന്നെ ശകാരിച്ചിട്ടും പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ടും ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഭരമേൽപ്പിക്കത്രേ ചെയ്തത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ അതേ പകരത്തിന് പകരം ചെയ്യാതെ കഷ്ടം അനുഭവിച്ചിട്ടും ആമേൻ തിരിച്ചൊന്നും പറയാതെ ന്യായമായി വിധിക്കുന്നവന്റെ കയ്യിൽ കാര്യം ഫലമേൽപ്പിക്കത്രേ ചെയ്തത്. ഹല്ലേലൂയ. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനായുള്ള നിഷ്ക്രിയമായ ചെറുത്തുനിൽപ്പുമായി ഹല്ലേലൂയ ഈ സത്യവേദ പുസ്തകത്തിന് ആമേൻ ഒരു ബന്ധവുമില്ല. ഇന്ന് ലോകക്കാർ ചെയ്യുന്നത് പോലെ, ലോകക്കാർ പറയുന്നത് പോലെ ഡിക്ഷണറിക്കകത്തില്ലാത്ത അസഭ്യങ്ങൾ പറയുവാൻ ദൈവ പൈതലേ നീ തയ്യാറാകരുത്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ആമേൻ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനായുള്ള നിഷ്ക്രിയമായ ചെറുത്തുനിൽപ്പുമായി ഹല്ലേലൂയ എന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാർ പലതും പറഞ്ഞ് നേടിയെടുക്കുവാൻ മോഹന സുന്ദര വാഗ്ദാനങ്ങൾ കൊടുത്ത് അനേകരെ അണികളാക്കി നിരത്തിലിറക്കി ആമേൻ വാളും കൊടുത്ത് വടിയും കൊടുത്ത് വെട്ടിക്കൊന്ന് വെട്ടിപ്പിടിക്കുവാൻ ഹല്ലേലൂയ തയ്യാറാകുന്ന ആമേൻ നേതാക്കന്മാരെ പോലെ അല്ല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ആമേൻ ജീവിച്ചത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നിങ്ങൾ പ്രതികാരനാണ്. ഹല്ലേലൂയ. ഞാനോ നിങ്ങളോട് പറയുന്നത് ദുഷ്ടനോട് എതിർക്കരുത്. നിന്നെ വലത്തെ ചെകിട്ട് തടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കുക. ഹല്ലേലൂയ. പ്രതികാരത്തിനായി ശക്തമായ അല്ലെങ്കിൽ യുക്തിരഹിതമായ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ കാണിക്കുന്ന ഒരാളാണ് പ്രതികാര വ്യക്തി. ദൈവമക്കൾ എന്ന നിലയിൽ പ്രതികാരം നമ്മുടെ കടമയല്ല. കാരണം പ്രതികാരം ദൈവത്തിൻ്റെതാണ്. ഹല്ലേലൂയ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടും എന്ന് കർത്താവ് തന്റെ ജനത്തെ ന്യായം വിധിക്കുമെന്നും അരുളി ചെയ്തവനെ നാം അറിയുന്നു. ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു. ഞാനോ നിങ്ങളോട് പറയുന്നത് ദുഷ്ടനോട് എതിർക്കരുത്. നിന്നെ വലത്തെ ചെകിട്ട് അടിക്കുന്നവനെ മറ്റേതും തിരിച്ചു കാണിക്കും. ഹല്ലേലൂയ. ഏതു മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ദൈവത്താൽ അല്ലാതെ ഒരധികാരവുമില്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറുക്കുന്നവര് ശിക്ഷാവധി പ്രാപിക്കും. കർത്താവ് താൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുവാൻ കാലമാഗതമായിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ ന്യായവിധിക്കകത്ത് ആമേൻ അകപ്പെട്ട് ആമേൻ നിത്യദണ്ഡനം അനുഭവിക്കുവാൻ ഇടയാകാൻ തീരാതെ നിത്യരക്ഷ പ്രാപിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക. കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച തൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് ശാന്തമായി പറഞ്ഞു, ആമേൻ കരുണയുള്ളവൻ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവർക്കുള്ളത്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. നിങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ ഉപദ്രവിച്ചു. കരുണയുടെ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. നീതി നിമിത്തം ആരെങ്കിലും ഉപദ്രവിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവർ ഭാഗ്യവാന്മാരാകുന്നുവെന്ന് കർത്താവിന്റെ വചനം ഇന്ന് രാത്രി കേൾപ്പിച്ചു. സ്വർഗരാജ്യം അങ്ങനെയുള്ളവർക്കാണല്ലോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ തന്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവനായ ദൈവമേ, ആരെങ്കിലും ഹല്ലേലൂയ നിരാശയോടെ ദുഃഖത്തോടെ അപരാധിയോടായിരിക്കുന്നുവെങ്കിൽ അവരുടെ കണ്ണുനീരിനെ മറികടക്കാത്തത് അവർക്ക് വേണ്ടി നീതിയോട് ഉത്തരമരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ ഭയപ്പെട്ട കർത്താവിന്റെ വരവിന് വേണ്ടി പ്രത്യാശയോടെ ജീവിപ്പാൻ ജനത്തെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകളില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തലമുറകളെ കൊടുക്കണം. തലമുറകൾ നിമിത്തം ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ തലമുറകൾ ആമേ നേരായ പാതയിലേക്ക് തിരിയുവാനിടയാണ്. അന്ത്യകാലത്ത് സകല ജനത്തിന്മേലും ആത്മാവിനെ പകരുമെന്ന് അരുളി ചെയ്ത സ്വർഗത്തിലെ ദൈവമേ, അവിടുത്തെ ആത്മാവിനാൽ നിറച്ചാട്ട
സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ തക്കവണ്ണം നിത്യത പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയാകേണ്ടത് താഴേണ്ടടുത്ത് താഴ്ന്ന് ആമേൻ ദൈവകൃപ പ്രാപിച്ച് ജീവിപ്പാൻ കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കും. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ സ്വർഗത്തിലെ ദൈവമേ, ഇന്ന് രാത്രി സമാധാനമില്ലാത്തവർക്ക് സമാധാനം ഉണ്ടാകും, സന്തോഷമില്ലാത്തവർക്ക് സന്തോഷമുണ്ടാകണം, ജോലിയില്ലാത്തവർക്ക് ജോലി ഉണ്ടാകണം, ഭവനമില്ലാത്തവർക്ക് ഭവനമുണ്ടാകണം. എല്ലാം സ്വർഗം നന്നായി ചെയ്യുന്ന ദൈവമാകുകയാണ്. ഇന്ന് രാത്രി ഞങ്ങളുടെ നാമത്തിൽ ആമേൻ അങ്ങ് നൽകിയ ആത്മീയ അധികാരം ഉപയോഗിച്ച് നിലകളിൽ പ്രാർത്ഥന ആവശ്യപ്പെട്ട ഇന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നു എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത്ഭുതങ്ങളെ ചെയ്താൽ പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി അയയ്ക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളെ അറിയിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് വാട്സപ്പ് നമ്പറാണ് 9744703489 എന്ന നമ്പറിൽ അയയ്ക്കുക. ഞങ്ങൾക്ക് സ്നേഹതീരം പ്രയർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഞങ്ങൾ കുറച്ച് പേര് ചേർന്ന് ആമേൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ആമേൻ. നിങ്ങൾക്ക് ഈ മെസ്സേജ് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, നിങ്ങളുടെ കൂടപ്പിറപ്പിക്ക്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വാട്സപ്പിൽ ആമേൻ ഈ മെസ്സേജ് അവൈലബിൾ ആണ്. യൂട്യൂബിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മെസ്സേജ് ലഭിക്കണമെങ്കിൽ ഷിജു ജോസഫ് എന്ന് സെർച്ച് ചെയ്യുക. സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വെള്ളിയാഴ്ച തോറും നടക്കുന്ന ഉപവാസ പ്രാർത്ഥന, ഞായറാഴ്ചകളിലെ ആരാധന ഒക്കെ ലൈവിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താത്തവർ ബെൽ ബട്ടൺ അമർത്തുക. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്. മറക്കരുത്, നാളെ 25-ാം തീയതി രാവിലെ 9 മണിക്ക് അൽഫ ഓൺലൈൻ ചർച്ചിൻ്റെ വെബ്സൈറ്റിൽ സൂമിലൂടെ നാളെ കാലത്ത് 9 മണിക്ക് ദൈവവചനം ശുശ്രൂഷിക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവരും സമയമുള്ളവരും കടന്നു വരിക. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മളെ ധാരാളമായി